പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്ററിലെ അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കാം. സോഴ്സസ് ഓഫ് ഫിനാൻസ്. ഫിനാൻസ് എന്താണ് എന്ന് നാം പഠിച്ചു കഴിഞ്ഞു. ഒരു ബിസിനസ് സ്ഥാപനത്തിന് എല്ലാ മേഖലകളിലും ഫിനാൻസ് വേണം അല്ലേ? റോ മെറ്റീരിയൽ വാങ്ങണം, എന്ത് വേണം? ഫിനാൻസ് വേണം. സാലറി കൊടുക്കണം, ഫിനാൻസ് കൂടിയേ തീരൂ. അവിടെ മാർക്കറ്റിംഗ് നടക്കണം. ഇങ്ങനെ എല്ലാ മേഖലകളിലും സാമ്പത്തികം കടന്നാൽ മാത്രമേ ഒരു സ്ഥാപനത്തെ നമുക്ക് വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഒരു സ്ഥാപനത്തിലേക്ക് ആവശ്യമായ ഫിനാൻസിനെ നമ്മൾ മൂന്നായി തരംതിരിക്കുന്നു: ലോങ് ടേം ഫിനാൻസ്, മീഡിയം ടേം ഫിനാൻസ് ആൻഡ് ഷോർട്ട് ടേം ഫിനാൻസ്. ഒരു ബിസിനസ് സ്ഥാപനത്തിലേക്ക് ആവശ്യമായ ഫിനാൻസിനെ നമ്മൾ മൂന്നായി തരംതിരിക്കുന്നു. ഒന്നാമത്തേത് എന്താ? ലോങ് ടേം ഫിനാൻസ്, ദീർഘകാല ഫിനാൻസ്. രണ്ടാമത്തേത് മീഡിയം ടേം ഫിനാൻസ്. മൂന്നാമത്തേതോ ചെറിയ കാലാവധി, ഷോർട്ട് ടേം ഫിനാൻസ്. എന്താണ് ലോങ് ടേം ഫിനാൻസ്? ലോങ് ടേം ഫിനാൻസ് ഈസ് ദ ഫിനാൻസ് required for long-term use in the business such as purchase of fixed assets. ഒരു സ്ഥാപനത്തിലെ ദീർഘകാല ആവശ്യത്തിലേക്ക് വേണ്ട പൈസയാണ് നമ്മൾ ലോങ് ടേം ഫിനാൻസ്. ഒരു സ്ഥാപനത്തിലെ ദീർഘകാല ഉപയോഗത്തിലേക്ക് വേണ്ടി വരുന്ന ധനത്തെയാണ് നമ്മൾ ലോങ് ടേം ഫിനാൻസ് എന്ന് പറയുക. ഇറ്റ് ഈസ് ദ ഫണ്ട് required for long term use in the business such as purchase of fixed asset. ഫിക്സഡ് അസറ്റ് വാങ്ങാൻ വേണ്ടി മുടക്കുന്ന പൈസയാണ് ലോങ് ടേം ഫിനാൻസ്. എന്താ ഫിക്സഡ് അസറ്റ്? ദീർഘകാലാവധി ലക്ഷ്യമാക്കി അല്ലെങ്കിൽ ഒരുപാട് കാലത്തേക്ക് ഉപയോഗത്തിലേക്ക് വാങ്ങുന്ന അസറ്റുകളാണ് ഫിക്സഡ് അസറ്റ്. ഏതൊക്കെയാ ഫിക്സഡ് അസറ്റ്? ലാൻഡ് ആൻഡ് ബിൽഡിങ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, ഫർണിച്ചർ, ഇങ്ങനെയുള്ള അസറ്റുകൾ. അപ്പോൾ ഫിക്സഡ് അസറ്റ് വാങ്ങാൻ വേണ്ടി നമ്മൾ മുടക്കുന്ന പൈസയാണ് ലോങ് ടേം ഫിനാൻസ്. അപ്പോൾ ദീർഘകാല ലക്ഷ്യത്തോടെ ദീർഘകാലാവധിയിലേക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി നമ്മൾ മുടക്കുന്ന പൈസയാണ് ലോങ് ടേം ഫിനാൻസ്. ഇങ്ങനെ ലോങ് ടേം ഫിനാൻസ് എങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുക? ഇഷ്യൂ ഷെയർസ്, ഡിബഞ്ചേഴ്സ്, ലോങ് ടേം ലോണ്. നമ്മൾ നേരത്തെ പഠിച്ചതാണ്. കമ്പനികളിലൊക്കെ ഷെയർ ഇഷ്യൂ ചെയ്യുക. ഷെയർ ഇഷ്യൂ ചെയ്തുകൊണ്ട് ലോങ് ടേം ഫിനാൻസ് കണ്ടെത്താം. ഡിബഞ്ചർ. എന്താ ഡിബഞ്ചർ? ദീർഘകാലാവധി ലക്ഷ്യമാക്കി അല്ലെങ്കിൽ ദീർഘകാല പിരീഡ് ലക്ഷ്യമാക്കി പൊതുജനങ്ങളിൽ നിന്ന് വാങ്ങുന്ന കടത്തിനെയാണ് നമ്മൾ ഡിബഞ്ചർ എന്ന് പറയുക. 8 വർഷം അല്ലെങ്കിൽ 15 വർഷമൊക്കെ കഴിയുമ്പോൾ തിരിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ വാങ്ങുന്ന പൈസയാണ് ഡിബഞ്ചർ. അപ്പോൾ ഡിബഞ്ചർ. ലോങ് ടേം ലോൺ, ബാങ്കുകളിൽ നിന്നോ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നോ ഒക്കെ ദീർഘകാലാവധിയിൽ നമ്മൾ എടുത്തിട്ടുള്ള ലോണാണ് ലോങ് ടേം ലോണ് അല്ലേ? അപ്പോൾ ലോങ് ടേം ഫിനാൻസ് കണ്ടെത്താനുള്ള മാർഗങ്ങൾ ഇഷ്യൂ ഷെയർസ്, ഡിബഞ്ചേഴ്സ്, ലോങ് ടേം ലോൺ, എക്സെട്ര. അപ്പോൾ എന്താ ലോങ് ടേം ഫിനാൻസ്? ഇറ്റ് ഈസ് ദ ഫണ്ട് റിക്വയർഡ് ഫോർ ലോങ് ടേം യൂസ് ഇൻ ദി ബിസിനസ് സച്ച് ആസ് പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ്സ്. ദി മെയിൻ സോഴ്സസ് ഓഫ് ലോങ് ടേം ഫിനാൻസിംഗ് മേ ബി ഇഷ്യൂ ഷെയർസ്, ഡിബഞ്ചേഴ്സ്, ലോങ് ടേം ലോൺസ്, എക്സെട്ര. ഇനി നമുക്ക് എന്താണ് മീഡിയം ടേം ഫിനാൻസ് എന്ന് നോക്കാം. ഇറ്റ് ഈസ് ദ ഫണ്ട് റിക്വയർഡ് ഫോർ എ പീരീഡ് റേഞ്ചിങ് ഫ്രം 5 to 10 years. 5 വർഷം മുതൽ 10 വർഷം വരെ കാലാവധി വെച്ചിട്ട് നമ്മൾ സമാഹരിക്കുന്ന ധനത്തിനെയാണ് മീഡിയം ടേം ഫിനാൻസ് എന്ന് പറയുക. എങ്ങനെയാ മീഡിയം ടേം ഫിനാൻസ് സംഘടിപ്പിക്കാൻ പറ്റുക? ലോൺസ് ഫ്രം ബാങ്ക് ആൻഡ് അതർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ബാങ്കുകളിൽ നിന്നോ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നോ ഒക്കെ 5 മുതൽ 10 വർഷം വരെ കാലാവധിയിൽ നമ്മൾ എടുത്തിരിക്കുന്ന ലോൺ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മീഡിയം ടേം ഫിനാൻസ് സംഘടിപ്പിച്ചെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ എന്താ മീഡിയം ടേം ഫിനാൻസ്? ഇറ്റ് ഈസ് ദ ഫണ്ട് റിക്വയർഡ് ഫോർ എ പീരീഡ് റേഞ്ചിങ് ഫ്രം 5 to 10 years. ദി മെയിൻ സോഴ്സസ് ഓഫ് മീഡിയം ടേം ഫിനാൻസിംഗ് മേ ബി ലോൺ ഫ്രം ബാങ്ക്സ് ആൻഡ് അതർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇനി മൂന്നാമത്തെ സോഴ്സസ് ഓഫ് ഫിനാൻസ് ഏതാ? ഷോർട്ട് ടേം ഫിനാൻസ് ആണ് അല്ലേ? വളരെ ചെറിയ കാലാവധി വെച്ചിട്ട് നമ്മൾ സമാഹരിക്കുന്ന പൈസയാണ് ഷോർട്ട് ടേം ഫിനാൻസ് അല്ലേ? ദിസ് ഈസ് റിക്വയർഡ് ഫോർ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ് അല്ലേ? നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിന് വേണ്ട പൈസ സമാഹരിക്കുന്നതാണ് ഷോർട്ട് ടേം ഫിനാൻസ്. വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റിനാണ് ഇത്തരത്തിലുള്ള ധനം ആവശ്യമായി വരുന്നത്.
ദി മെയിൻ സോഴ്സ് ഓഫ് ഷോർട്ട് ടേം ഫിനാൻസിങ് മേ ബി ഷോർട്ട് ടേം ലോൺ. ചെറിയ കാലാവധി വെച്ചിട്ട് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നു, ബാങ്കിൽ നിന്ന് അധികമായി തുക പിൻവലിക്കുന്നു, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്. ആരെങ്കിലും നമുക്ക് ബില്ല് എഴുതി തന്നിട്ടുണ്ടെങ്കിൽ ആ ബില്ല് ബാങ്കിൽ കൊണ്ടുപോയി ഡിസ്കൗണ്ട് ചെയ്ത് പെട്ടെന്ന് പൈസ വാങ്ങുന്നു. ഇതൊക്കെയാണ് ഷോർട്ട് ടേം ഫിനാൻസിന്റെ സോഴ്സസ്. അപ്പോൾ എന്താ ഷോർട്ട് ടേം ഫിനാൻസ്? ദിസ് ഈസ് റിക്വേർഡ് ഫോർ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ് ആണ്. ചെറിയ കാലാവധി വെച്ചിട്ട് നമ്മൾ സമാഹരിക്കുന്ന തുകയാണ് ഷോർട്ട് ടേം ഫിനാൻസ്. ദി മെയിൻ സോഴ്സസ് ഏതൊക്കെയാ? ഷോർട്ട് ടേം ലോൺസ് ഫ്രം ബാങ്ക്സ് ആൻഡ് അതർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, ഡിസ്കൗണ്ടിങ് ഓഫ് ബിൽ എക്സെട്ര. അപ്പോൾ 3 തരത്തിലാണ് നമ്മുടെ സോഴ്സസ് ഓഫ് ഫിനാൻസ് വരുന്നത്. ഏതൊക്കെയാ? ലോങ് ടേം ഫിനാൻസ്, മീഡിയം ടേം ഫിനാൻസ് ആൻഡ് ഷോർട്ട് ടേം ഫിനാൻസ്. ഒന്ന് ഓർമ്മിച്ച് വെക്കുക എല്ലാവരും. ഇനി നമുക്ക് പഠിക്കാനുള്ള മറ്റൊരു ടോപ്പിക്കാണ് കോസ്റ്റ് ആൻഡ് ഇറ്റ്സ് ടൈപ്സ്. എന്താ കോസ്റ്റ്? കോസ്റ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് എക്സ്പെൻസസ് ഇൻകേർഡ് ഇൻ മാനുഫാക്ചറിങ് എ പ്രോഡക്റ്റ്. ഒരു ഉൽപ്പന്നം ഉണ്ടാക്കാൻ ആവശ്യമായ ചിലവാണ് കോസ്റ്റ്, അല്ലേ? എക്സ്പെൻസ് ആണ് ചിലവ്. ഏതൊരു ഉൽപ്പന്നം ഉണ്ടാക്കണമെങ്കിലും നമുക്ക് എന്ത് വേണം? നമുക്ക് ചില ചിലവുകൾ ഉണ്ടാവും, അല്ലേ? അത്തരത്തിലുള്ള ചിലവുകളാണ് കോസ്റ്റ്. പ്രധാനമായും 5 തരത്തിലുള്ള കോസ്റ്റുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഏതൊക്കെയാണെന്നറിയോ? ഫിക്സഡ് കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ്, ടോട്ടൽ കോസ്റ്റ്, ആവറേജ് കോസ്റ്റ്, മാർജിനൽ കോസ്റ്റ്. ഒന്ന് ഓർമ്മിച്ച് വെക്കണേ. എന്താണ് കോസ്റ്റ്? ഒരു ഉൽപ്പന്നം ഉണ്ടാക്കാൻ ആവശ്യമായ എക്സ്പെൻസിനെയാണ് നമ്മൾ കോസ്റ്റ് എന്ന് പറയുക. എത്ര തരത്തിലുള്ള കോസ്റ്റാണ് പഠിക്കാനുള്ളത്? പ്രധാനമായും 5 തരത്തിലുള്ള കോസ്റ്റാണ് പഠിക്കാനുള്ളത്. ഏതൊക്കെയാ? ഫിക്സഡ് കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ്, ടോട്ടൽ കോസ്റ്റ്, ആവറേജ് കോസ്റ്റ്, മാർജിനൽ കോസ്റ്റ്. ആദ്യത്തേത് ഫിക്സഡ് കോസ്റ്റ്. These are costs which remain unchanged when the levels of production increases or decreases. ഉൽപാദനം കൂടിയാലും കുറഞ്ഞാലും മാറ്റം വരാത്ത ചെലവിനെയാണ് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയാ. ഉൽപാദനം കൂടിയാലും കുറഞ്ഞാലും മാറ്റം വരാത്ത ചെലവാണ് ഫിക്സഡ് കോസ്റ്റ്. ഞാൻ സോപ്പ് ഉണ്ടാക്കുന്ന ഒരു സ്ഥാപനം തുടങ്ങി. 5 സോപ്പ് ഉണ്ടാക്കിയാലും 10 സോപ്പ് ഉണ്ടാക്കിയാലും മാറ്റം വരാത്ത ചെലവാണ് ഫിക്സഡ് കോസ്റ്റ്. ഉൽപാദനം കൂടിയാലും കുറഞ്ഞാലും മാറ്റം വരാത്ത ചെലവിനെയാണ് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുക. അപ്പോൾ ഉൽപാദനം കൂടിയാലും കുറഞ്ഞാലും മാറ്റം വരാത്ത ചെലവ് ഏതൊക്കെയാ? റെന്റ് ഓഫ് ബിൽഡിംഗ്, ഇല്ലേ? നമ്മളൊരു വാടകയ്ക്ക് എടുത്ത് ഒരു ബിൽഡിംഗ് എടുത്തിട്ടാണ് സോപ്പ് ഉണ്ടാക്കുന്നത്. 5 സോപ്പ് ഉണ്ടാക്കിയാലും 10 സോപ്പ് ഉണ്ടാക്കിയാലും ബിൽഡിങ്ങിന്റെ റെന്റിൽ മാറ്റം വരില്ല. സാലറി ഓഫ് എക്സിക്യൂട്ടീവ്, അവിടെ ഒരാളെ നിയമിച്ചിട്ടുണ്ട്, ഒരു എക്സിക്യൂട്ടീവിനെ നിയമിച്ചിട്ടുണ്ട്. എത്ര സോപ്പ് ഉണ്ടാക്കി എന്നുള്ളത് വിഷയമല്ല, അയാൾക്ക് സാലറി കൃത്യമായി മാസം കൊടുക്കണം. മുനിസിപ്പൽ ടാക്സസ്, ഇതൊക്കെയാണ് ഫിക്സഡ് കോസ്റ്റിന് ഉദാഹരണം. അപ്പൊ എന്താ ഫിക്സഡ് കോസ്റ്റ്? ഉൽപാദനം കൂടിയാലും കുറഞ്ഞാലും മാറ്റം വരാത്ത ചിലവാണ് ഫിക്സഡ് കോസ്റ്റ്. ദീസ് ആർ കോസ്റ്റ് വിച്ച് റിമെയിൻ അൺചേഞ്ച്ഡ് വെൻ ദി ലെവൽസ് ഓഫ് പ്രൊഡക്ഷൻ ഇൻക്രീസസ് ഓർ ഡിക്രീസസ്. ഏതൊക്കെയാ ഉദാഹരണം? റെന്റ് ഓഫ് ബിൽഡിംഗ്, സാലറി ഓഫ് എക്സിക്യൂട്ടീവ്, മുനിസിപ്പൽ ടാക്സസ് എക്സെട്ര. രണ്ടാമത്തെ തരം കോസ്റ്റ് ആണ് വേരിയബിൾ കോസ്റ്റ്. ദീസ് ആർ കോസ്റ്റ് വിച്ച് വിൽ വേരി ഓൺ ദി ബേസിസ് ഓഫ് ലെവൽസ് ഓഫ് പ്രൊഡക്ഷൻ. ഉൽപാദനം കൂടിയാലും കുറഞ്ഞാലും മാറ്റം വരുന്ന ചെലവാണ് വേരിയബിൾ കോസ്റ്റ്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഉൽപാദനം കൂടുമ്പോൾ കൂടുകയും ഉൽപാദനം കുറയുമ്പോൾ കുറയുകയും ചെയ്യുന്ന ചെലവിനെയാണ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയാ. ഉൽപാദനം കൂടുകയും കുറയുകയും ചെയ്യുന്നതിനനുസരിച്ച് മാറ്റം വരുന്ന ചെലവാണ് വേരിയബിൾ കോസ്റ്റ്. നമ്മുടെ നേരത്തെ ഉദാഹരണത്തിൽ 5 സോപ്പ് ഉണ്ടാക്കിയാൽ 100 രൂപ ചെലവ്, 10 സോപ്പ് ഉണ്ടാക്കിയാൽ 150 രൂപ ചെലവ്. ഉൽപാദനം കൂടുമ്പോൾ ചെലവ് കൂടുന്നു, ഉൽപാദനം കുറയുമ്പോൾ ചെലവ് കുറയുകയും ചെയ്യുന്നു. ഉൽപാദനം കൂടുകയും കുറയുകയും ചെയ്യുന്നതിനനുസരിച്ച് മാറ്റം വരുന്ന ചെലവിനെയാണ് വേരിയബിൾ കോസ്റ്റ്. എന്താ ഉദാഹരണം? മെറ്റീരിയൽ കോസ്റ്റ്, അല്ലേ? 5 സോപ്പ് ഉണ്ടാക്കുമ്പോൾ കുറച്ച് മെറ്റീരിയൽ മതി, 10 സോപ്പ് ഉണ്ടാക്കുമ്പോൾ കൂടുതൽ മെറ്റീരിയൽസ് വേണം. അപ്പോൾ ഉൽപാദനം കൂടുമ്പോൾ മെറ്റീരിയൽ കോസ്റ്റ് കൂടും. ലേബർ, 5 സോപ്പ് ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ 100 സോപ്പ് ഉണ്ടാക്കുമ്പോൾ 5 തൊഴിലാളികൾ മതി, എന്നാൽ 1000 സോപ്പ് ഉണ്ടാക്കണമെങ്കിലോ കൂടുതൽ തൊഴിലാളികളെ ആവശ്യമായി വരും. അപ്പോൾ മെറ്റീരിയൽ കോസ്റ്റ്, ലേബർ കോസ്റ്റ്, ഇങ്ങനെയുള്ള കോസ്റ്റ് ഒക്കെ വേരിയബിൾ കോസ്റ്റ് ആണ്. മൂന്നാമത്തെ കോസ്റ്റ് ആണ് ടോട്ടൽ കോസ്റ്റ്. ഒരു ഉൽപ്പന്നം ഉണ്ടാക്കാൻ ആവശ്യമായ ആകെ ചെലവിനെയാണ് ടോട്ടൽ കോസ്റ്റ് എന്ന് പറയാ. ഒരു ഉൽപ്പന്നം ഉണ്ടാക്കുന്നതിന് 2 തരത്തിലുള്ള ചെലവാണ് ആവശ്യം, ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും, അല്ലേ? അപ്പൊ എന്താ ടോട്ടൽ കോസ്റ്റ്?
ഒരു ഉൽപ്പന്നം ഉണ്ടാക്കാനുള്ള ആകെ ചെലവിനെയാണ് ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുക. ഇറ്റ് ഈസ് ദ ടോട്ടൽ എമൗണ്ട് ഓഫ് എക്സ്പെൻസസ് ഇൻകേർഡ് ഇൻ മാനുഫാക്ചറിങ് എ പ്രോഡക്റ്റ്. ഒരു ഉൽപ്പന്നം ഉണ്ടാക്കാൻ ആവശ്യമായ ആകെ ചെലവിനെയാണ് ടോട്ടൽ കോസ്റ്റ്. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കാൻ ഒരു ഫോർമുല ഉണ്ട്. ടോട്ടൽ കോസ്റ്റ് ഈസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് പ്ലസ് വേരിയബിൾ കോസ്റ്റ്. ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഫിക്സഡ് കോസ്റ്റ് പ്ലസ് വേരിയബിൾ കോസ്റ്റ്. എന്താ ഫിക്സഡ് കോസ്റ്റ്? ഉൽപ്പന്നം കൂടുകയും കുറയുകയും ചെയ്യുന്നതിനനുസരിച്ച് മാറ്റം വരാത്ത ചെലവാണ് ഫിക്സഡ് കോസ്റ്റ് അല്ലേ. എന്താണ് വേരിയബിൾ കോസ്റ്റ്? ഉൽപാദനം കൂടുമ്പോൾ കൂടുകയും ഉൽപാദനം കുറയുമ്പോൾ കുറയുകയും ചെയ്യുന്ന ചെലവാണ് വേരിയബിൾ കോസ്റ്റ്. എന്താണ് ടോട്ടൽ കോസ്റ്റ്? ഒരു ഉൽപ്പന്നം ഉണ്ടാക്കാൻ ആവശ്യമായ ആകെ ചെലവിനെയാണ് ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുക. ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ടോട്ടൽ കോസ്റ്റ് ഈസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് പ്ലസ് വേരിയബിൾ കോസ്റ്റ്. ഓർമ്മിക്കണേ. നെക്സ്റ്റ് വൺ, ആവറേജ് കോസ്റ്റ്. ഇറ്റ് ഈസ് ദ കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട്. ഒരു സോപ്പ് ഉണ്ടാക്കാൻ ആവശ്യമായ ചെലവ്, അതിനെയാണ് നമ്മൾ ആവറേജ് കോസ്റ്റ് എന്ന് പറയുക. ഇറ്റ് ഈസ് ദ കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട്. ആവറേജ് കോസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ടോട്ടൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ്. ആവറേജ് കോസ്റ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ്. ഉദാഹരണം, നമ്മൾ 2 സോപ്പ് ഉണ്ടാക്കി, 10 ഉറുപ്പ്യ ചെലവായി. അങ്ങനെയാണെങ്കിൽ ഒരു സോപ്പ് ഉണ്ടാക്കാൻ ആവശ്യമായ ചെലവാണ് ആവറേജ് കോസ്റ്റ്. എങ്ങനെ കണ്ടുപിടിക്കുക? 2 സോപ്പ് ഉണ്ടാക്കാൻ 10 ഉറുപ്പ്യ ചെലവായി. 10 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ്സ്. എത്ര സോപ്പാണ് ഉണ്ടാക്കിയത്? 2. 10 ഡിവൈഡ് ബൈ 2 എത്രയാ? 5. ഒരു സോപ്പ് ഉണ്ടാക്കാൻ ആവശ്യമായ ചെലവിനെയാണ് ആവറേജ് കോസ്റ്റ് എന്ന് പറയാ. ആവറേജ് കോസ്റ്റ് ഈസ് ദ കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട്. ആവറേജ് കോസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ടോട്ടൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ്. നെക്സ്റ്റ് വൺ, മാർജിനൽ കോസ്റ്റ്. ഇറ്റ് ഈസ് ദ അഡീഷണൽ കോസ്റ്റ് ഇൻകേർഡ് ഫോർ പ്രൊഡ്യൂസിങ് ആൻ അഡീഷണൽ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട്. ഒരു അധിക യൂണിറ്റ് ഉണ്ടാക്കാൻ ആവശ്യമായ അധിക ചെലവിനെയാണ് മാർജിനൽ കോസ്റ്റ് എന്ന് പറയാ. ഒരു അധിക യൂണിറ്റ് ഉണ്ടാക്കാൻ ആവശ്യമായ അധിക ചെലവാണ് മാർജിനൽ കോസ്റ്റ്. ഇറ്റ് ഈസ് ദ അഡീഷണൽ കോസ്റ്റ് ഇൻകേർഡ് ഫോർ പ്രൊഡ്യൂസിങ് ആൻ അഡീഷണൽ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട്. ഒന്നുകൂടി പറഞ്ഞു പോവാം. എന്താണ് കോസ്റ്റ്? ഒരു ഉൽപ്പന്നം ഉണ്ടാക്കാൻ ആവശ്യമായ എക്സ്പെൻസിനെയാണ് നമ്മൾ കോസ്റ്റ് എന്ന് പറയാ. 5 തരത്തിലുള്ള കോസ്റ്റാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഏതൊക്കെയാ? ഫിക്സഡ് കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ്, ടോട്ടൽ കോസ്റ്റ്, ആവറേജ് കോസ്റ്റ്, മാർജിനൽ കോസ്റ്റ്. എന്താണ് ഫിക്സഡ് കോസ്റ്റ്? ഉൽപാദനം കൂടിയാലും കുറഞ്ഞാലും മാറ്റം വരാത്ത ചെലവാണ് ഫിക്സഡ് കോസ്റ്റ്. എന്താണ് വേരിയബിൾ കോസ്റ്റ്? ഉൽപാദനം കൂടുന്നതിനനുസരിച്ച് മാറ്റം വരുന്ന ചെലവാണ് വേരിയബിൾ കോസ്റ്റ്. ഉൽപാദനം കൂടുമ്പോൾ കൂടുകയും ഉൽപാദനം കുറയുമ്പോൾ കുറയുകയും ചെയ്യുന്ന ചെലവാണ് വേരിയബിൾ കോസ്റ്റ്. എന്താണ് ടോട്ടൽ കോസ്റ്റ്? ഒരു ഉൽപ്പന്നം ഉണ്ടാക്കാൻ ആവശ്യമായ ആകെ ചെലവിനെയാണ് ടോട്ടൽ കോസ്റ്റ് എന്ന് പറയാ. ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ? ഫിക്സഡ് കോസ്റ്റ് പ്ലസ് വേരിയബിൾ കോസ്റ്റ്. ആവറേജ് കോസ്റ്റ്, ഒരു യൂണിറ്റ് ഉൽപ്പന്നം ഉണ്ടാക്കാൻ ആവശ്യമായ ചെലവാണ് ആവറേജ് കോസ്റ്റ്. എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ആവറേജ് കോസ്റ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ്. നെക്സ്റ്റ് വൺ, മാർജിനൽ കോസ്റ്റ്. ഒരു അഡീഷണൽ യൂണിറ്റ് ഉണ്ടാക്കാൻ ആവശ്യമായ അഡീഷണൽ കോസ്റ്റിനെയാണ് മാർജിനൽ കോസ്റ്റ് എന്ന് പറയുക. അപ്പോൾ 5 തരത്തിലുള്ള കോസ്റ്റ് നമ്മൾ പറഞ്ഞു. ഏതൊക്കെയാ? ഫിക്സഡ് കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ്, ടോട്ടൽ കോസ്റ്റ്, ആവറേജ് കോസ്റ്റ്, മാർജിനൽ കോസ്റ്റ്. ഇനി ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് നമുക്കൊന്ന് നോക്കാം. ഒരു ചെറിയ പ്രോബ്ലത്തിലേക്ക് നമുക്ക് കടക്കാം. ഒന്ന് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ഔട്ട്പുട്ടാണ്. ഔട്ട്പുട്ട് 0, 1, 2, 3, 4, 5, 6 എന്ന് പറഞ്ഞാൽ സോപ്പ് നമ്മുടെ ഉദാഹരണത്തിൽ എടുത്താൽ 0 സോപ്പ് ഉണ്ടാക്കി, 1 സോപ്പ് ഉണ്ടാക്കി, 2 സോപ്പ് ഉണ്ടാക്കി, 3, 4, 5, 6 സോപ്പാണ് ഉണ്ടാക്കുന്നത്. ദെൻ ഫിക്സഡ് കോസ്റ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എന്താണ് ഫിക്സഡ് കോസ്റ്റ്? ഉൽപാദനം കൂടിയാലും കുറഞ്ഞാലും മാറ്റം വരാത്ത ചെലവാണ് ഫിക്സഡ് കോസ്റ്റ് അല്ലേ. ഒരു സോപ്പ് ഉണ്ടാക്കിയിട്ടില്ല, ഫിക്സഡ് കോസ്റ്റ് എത്രയാ? 120. ഒരു സോപ്പ് ഉണ്ടാക്കിയപ്പോൾ ഫിക്സഡ് കോസ്റ്റ് 120. 2 സോപ്പ് ഉണ്ടാക്കിയപ്പോൾ ഫിക്സഡ് കോസ്റ്റ് 120. നോക്കാം, ഉൽപാദനം കൂടുന്നു, പക്ഷേ ഫിക്സഡ് കോസ്റ്റ് എന്ത് തന്നെയാണ്? സെയിം ആണ്. എന്താ കാരണം? ഉൽപാദനം കൂടിയാലും കുറഞ്ഞാലും മാറ്റം വരാത്ത ചെലവാണ് ഫിക്സഡ് കോസ്റ്റ്. ഇറ്റ് റിമെയിൻസ് അൺചേഞ്ച്ഡ് ആണ് അല്ലേ, മാറ്റം വരുന്നേ ഇല്ല. എത്ര യൂണിറ്റ് ഉണ്ടാക്കിയാലും ഒരുപോലെ കിടക്കുന്ന ചെലവിനെയാണ് ഫിക്സഡ് കോസ്റ്റ്. ഫിക്സഡ് കോസ്റ്റ് 120 ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്.
നെക്സ്റ്റ് നിങ്ങൾ നോക്കുക വേരിയബിൾ കോസ്റ്റ്. ഉൽപാദനം കൂടുമ്പോൾ കൂടുകയും ഉൽപാദനം കുറയുമ്പോൾ കുറയുകയും ചെയ്യുന്ന ചെലവാണ് വേരിയബിൾ കോസ്റ്റ്. നോക്കാം, 0 സോപ്പ് ഉണ്ടാക്കി, വേരിയബിൾ കോസ്റ്റ് ഇല്ല. 1 സോപ്പ് ഉണ്ടാക്കിയപ്പോൾ വേരിയബിൾ കോസ്റ്റ് 60. പക്ഷേ 2 സോപ്പ് ഉണ്ടാക്കിയപ്പോൾ വേരിയബിൾ കോസ്റ്റ് നോക്കുക 100. 3 സോപ്പ് ഉണ്ടാക്കിയപ്പോൾ 135. 4 സോപ്പ് ഉണ്ടാക്കിയപ്പോൾ 160. 5 സോപ്പ് ഉണ്ടാക്കിയപ്പോൾ വേരിയബിൾ കോസ്റ്റ് 210. 6 സോപ്പ് ഉണ്ടാക്കിയപ്പോൾ വേരിയബിൾ കോസ്റ്റ് 276. നോക്കുക, ഉൽപാദനം കൂടുന്നതിനനുസരിച്ച് കൂടുകയും ഉൽപാദനം കുറയുന്നതിനനുസരിച്ച് കുറയുകയും ചെയ്യുന്ന ചെലവിനെയാണ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുക. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി നമ്മളോട് എന്തൊക്കെയാ കണ്ടുപിടിക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്? ടോട്ടൽ കോസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കണം, ആവറേജ് കോസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കണം, മാർജിനൽ കോസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കണം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ 5 തരം കോസ്റ്റിനെ പറ്റിയല്ലേ പറഞ്ഞത്. എന്താണ് ഫിക്സഡ് കോസ്റ്റ്? ഉൽപാദനം കൂടുമ്പോൾ കൂടുകയും കുറയുമ്പോൾ കുറയുകയും ചെയ്യുന്ന ചെലവാണ് ഏത്? വേരിയബിൾ കോസ്റ്റ്. എന്താ ഫിക്സഡ് കോസ്റ്റ്? ഉൽപാദനം കൂടിയാലും കുറഞ്ഞാലും മാറ്റം വരാത്ത ചെലവാണ് ഫിക്സഡ് കോസ്റ്റ് അല്ലേ. വേരിയബിൾ കോസ്റ്റ് മാറ്റം വരുന്ന ചെലവ്. എന്താ ടോട്ടൽ കോസ്റ്റ്? ഒരു ഉൽപ്പന്നം ഉണ്ടാക്കാൻ ആവശ്യമായ ആകെ ചെലവാണ് ടോട്ടൽ കോസ്റ്റ്. ഇസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് പ്ലസ് വേരിയബിൾ കോസ്റ്റ് ആണ്. ആവറേജ് കോസ്റ്റ്. എന്താ ആവറേജ് കോസ്റ്റ്? ഒരു യൂണിറ്റ് ഉൽപ്പന്നം ഉണ്ടാക്കാൻ ആവശ്യമായ ചെലവാണ് ആവറേജ് കോസ്റ്റ് അല്ലേ. മാർജിനൽ കോസ്റ്റ്, ഒരു അഡീഷണൽ യൂണിറ്റ് ഉണ്ടാക്കാൻ ആവശ്യമായ ചെലവാണ് മാർജിനൽ കോസ്റ്റ്. ഇനി നമുക്കിത് എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നോക്കാം. ആദ്യത്തെ ഔട്ട്പുട്ട് 0 ആണ്, ഫിക്സഡ് കോസ്റ്റ് 120 ആണ്, വേരിയബിൾ കോസ്റ്റ് ഇല്ല. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ കോസ്റ്റ് എങ്ങനെയാ കണ്ടുപിടിക്കുക? ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കാൻ നമുക്കൊരു ഫോർമുലയുണ്ട്, ഫിക്സഡ് കോസ്റ്റ് പ്ലസ് വേരിയബിൾ കോസ്റ്റ്. അപ്പോൾ ഒന്നാമത്തെ 0 ഔട്ട്പുട്ട്, ഫിക്സഡ് കോസ്റ്റ് 120, വേരിയബിൾ കോസ്റ്റ് ഇല്ല. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ കോസ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കാം? ടോട്ടൽ കോസ്റ്റ് ഈസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് പ്ലസ് വേരിയബിൾ കോസ്റ്റ്. എത്രയാ? 120. നോക്കാം. ഇനി രണ്ടാമത്തെ കേസിലേക്ക് നമുക്ക് പോവാം. ഒരു യൂണിറ്റ് ഉൽപ്പന്നം ഉണ്ടാക്കിയപ്പോൾ ഫിക്സഡ് കോസ്റ്റ് 120, വേരിയബിൾ കോസ്റ്റ് 60. ഫിക്സഡ് കോസ്റ്റ് 120, വേരിയബിൾ കോസ്റ്റ് 60. ഒരു സോപ്പ് ഉണ്ടാക്കിയപ്പോൾ 120 രൂപ ഫിക്സഡ് കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ് 60. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ കോസ്റ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ടോട്ടൽ കോസ്റ്റ് ഈസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് പ്ലസ് വേരിയബിൾ കോസ്റ്റ്. അങ്ങനെയാണെങ്കിൽ 120 പ്ലസ് 60 എത്രയാ? 120 പ്ലസ് 60 180. ക്ലിയർ അല്ലേ? ഞാൻ അടുത്തത് നോക്കാം. ഔട്ട്പുട്ട് 2 ആണ്, ഫിക്സഡ് കോസ്റ്റ് 120, വേരിയബിൾ കോസ്റ്റ് 100. എങ്ങനെയാണ് ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കുക? ഫിക്സഡ് കോസ്റ്റ് പ്ലസ് വേരിയബിൾ കോസ്റ്റ്. 120 പ്ലസ് 100 220. മനസ്സിലാവുന്നില്ലേ? ദെൻ 3 സോപ്പ് ഉണ്ടാക്കി, ഫിക്സഡ് കോസ്റ്റ് 120, വേരിയബിൾ കോസ്റ്റ് 135 അല്ലേ. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ കോസ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കുക? 120 പ്ലസ് 135 എത്ര കിട്ടുക? 255. അടുത്ത നോക്കാം. നാല് സോപ്പ് ഉണ്ടാക്കിയപ്പോൾ ഫിക്സഡ് കോസ്റ്റ് 120, വേരിയബിൾ കോസ്റ്റ് 160. എങ്ങനെയാ ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കുക? ഫിക്സഡ് കോസ്റ്റ് പ്ലസ് വേരിയബിൾ കോസ്റ്റ്. 120 പ്ലസ് 160 എത്രയാ? 280. അടുത്തെടുക്കാം. 5 സോപ്പ് ഉണ്ടാക്കി, ഫിക്സഡ് കോസ്റ്റ് 120, വേരിയബിൾ കോസ്റ്റ് 210. എങ്ങനെ കണ്ടുപിടിക്കാം? 120 പ്ലസ് 210 എത്ര കിട്ടുക? 330. അടുത്ത കേസ് നോക്കാം. ഔട്ട്പുട്ട് 6 ആണ്, ഫിക്സഡ് കോസ്റ്റ് 120, വേരിയബിൾ കോസ്റ്റ് 276. എങ്ങനെ കണ്ടുപിടിക്കുക? ഫിക്സഡ് കോസ്റ്റ് പ്ലസ് വേരിയബിൾ കോസ്റ്റ്. 120 പ്ലസ് 276 എത്രയാ കിട്ടുക? 396. ചെക്ക് ചെയ്യണേ. ഇനി നമുക്ക് ആവറേജ് കോസ്റ്റിലേക്ക് പോവാം. ഒരു യൂണിറ്റ് ഉൽപ്പന്നം ഉണ്ടാക്കിയപ്പോഴുള്ള ചെലവാണ് ആവറേജ് കോസ്റ്റ്. നോക്കാം, ഔട്ട്പുട്ട് 0, നമ്മൾ ആവറേജ് കോസ്റ്റ് കണ്ടുപിടിക്കണം എന്നില്ല. കാരണം എന്താ? ഒരു യൂണിറ്റും നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല. ദെൻ ഔട്ട്പുട്ട് 1, ആവറേജ് കോസ്റ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ആവറേജ് കോസ്റ്റ് കണ്ടുപിടിക്കാൻ നമുക്കൊരു ഫോർമുല ഉണ്ട് അല്ലേ? ടോട്ടൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് അല്ലേ. അപ്പൊ നോക്കുക, ഒരു സോപ്പ് ഉണ്ടാക്കിയപ്പോൾ 150 രൂപ ചെലവ്. അങ്ങനെയാണെങ്കിൽ ഒരു യൂണിറ്റ് ഉണ്ടാക്കാൻ ആവശ്യമായ ചെലവ് ടോട്ടൽ കോസ്റ്റ് ആയ 150
ഡിവൈഡഡ് ബൈ ഉണ്ടാക്കിയ സോപ്പിന്റെ എണ്ണം 1, 150 ബൈ 1 എത്ര തന്നെ കിട്ടും? 150. നോക്കാം, 2 സോപ്പ് ഉണ്ടാക്കിയപ്പോൾ 220 ഉറുപ്പ്യാണ് ചെലവ്. അങ്ങനെയാണെങ്കിൽ ഒരു സോപ്പ് ഉണ്ടാക്കാനുള്ള ചെലവ് 220 ഡിവൈഡ് ബൈ 2 110. അടുത്തെടുക്കാം, 3 സോപ്പ് ഉണ്ടാക്കിയപ്പോൾ 255 ഉറുപ്പ്യാണ് ചെലവ്. 3 സോപ്പ് ഉണ്ടാക്കിയപ്പോൾ 255 ഉറുപ്പ്യ ചെലവായി. അങ്ങനെയാണെങ്കിൽ ഒരു സോപ്പ് ഉണ്ടാക്കാനുള്ള ചെലവാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെയാണ് കണ്ടുപിടിക്കുക? 255 ഡിവൈഡഡ് ബൈ എത്ര സോപ്പാണ് ഉണ്ടാക്കിയത്? 3. എത്ര കിട്ടുക? 85 കിട്ടും. നിങ്ങൾ കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കുക കേട്ടോ. ദെൻ നെക്സ്റ്റ്, 4 സോപ്പ് ഉണ്ടാക്കിയപ്പോൾ 250 ഉറുപ്പ്യ ചെലവായി. അങ്ങനെയാണെങ്കിൽ ഒരു സോപ്പിന്റെ ചെലവ് എത്ര എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അല്ലെങ്കിൽ ആവറേജ് കോസ്റ്റ് കണ്ടുപിടിക്കാൻ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. എന്താ ഇക്വേഷൻ? ടോട്ടൽ കോസ്റ്റ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ്. അപ്പോൾ 4 സോപ്പ് ഉണ്ടാക്കിയപ്പോൾ 280 ഉറുപ്പ്യാണ് ചെലവായത്. അങ്ങനെയാണെങ്കിൽ ഒരു സോപ്പ് ഉണ്ടാക്കാൻ ആവശ്യമായ ചെലവ് 250 ഡിവൈഡഡ് ബൈ 4 എത്ര കിട്ടുക? 70. അടുത്ത് നോക്കാം, 5 സോപ്പ് ഉണ്ടാക്കിയപ്പോൾ 330 ഉറുപ്പ്യാണ് ചെലവായത്. 5 സോപ്പ് ഉണ്ടാക്കാൻ ആവശ്യമായ ടോട്ടൽ കോസ്റ്റ് 330. അങ്ങനെയാണെങ്കിൽ ഒരു സോപ്പ് ഉണ്ടാക്കാനുള്ള ചെലവ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? 330 ഹരിക്കണം 5 എത്ര കിട്ടുക? 65. കാൽക്കുലേറ്ററിലൊക്കെ ചെയ്ത് നോക്കാം. നോക്കാം, 6 സോപ്പ് ഉണ്ടാക്കാൻ 396 ഉറുപ്പ്യാണ് ചെലവായത്. അങ്ങനെയാണെങ്കിൽ ഒരു സോപ്പ് ഉണ്ടാക്കാൻ ആവശ്യമായ ചെലവ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ടോട്ടൽ കോസ്റ്റ് ഡിവൈഡ് ബൈ ഔട്ട്പുട്ട് 396 ഹരിക്കണം 6 എത്ര കിട്ടുക? 66. ഇനി ഒരു കാര്യം കൂടി നമുക്ക് കണ്ടുപിടിക്കണം, മാർജിനൽ കോസ്റ്റ്. എന്താണ് മാർജിനൽ കോസ്റ്റ്? ഒരു അഡീഷണൽ യൂണിറ്റ് ഉണ്ടാക്കാൻ ആവശ്യമായ ചെലവിനെയാണ് മാർജിനൽ കോസ്റ്റ് എന്ന് പറയാ. ആദ്യത്തെ കേസ് 0 സോപ്പ് ഉണ്ടാക്കി, ഒരു സോപ്പ് ഉണ്ടാക്കിയിട്ടില്ല, അപ്പൊ പിന്നെ മാർജിനൽ കോസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. then നോക്കുക, ഒരു സോപ്പ് ഉണ്ടാക്കി അല്ലെങ്കിൽ ഔട്ട്പുട്ട് 1 ആണ്. ആ ഒരു യൂണിറ്റ് ഉണ്ടാക്കുന്നതിന് ആവശ്യമായ ചെലവാണ് മാർജിനൽ കോസ്റ്റ്. എത്രയാ കിട്ടുക? ഒരു അഡീഷണൽ യൂണിറ്റ്, ആകെ ഒരു സോപ്പേ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഒരു സോപ്പ് ഉണ്ടാക്കാൻ ആവശ്യമായ ചെലവ് ടോട്ടൽ കോസ്റ്റിന്റെ കോളം നോക്കുക 150. ആ കേസിൽ മാർജിനൽ കോസ്റ്റും 150 തന്നെ. നോക്കാം, 2 സോപ്പ് ഉണ്ടാക്കിയപ്പോൾ 220 ഉറുപ്പ്യാണ് ചെലവ്. ടോട്ടൽ കോസ്റ്റിന്റെ കോളം നോക്കുക, 2 സോപ്പ് ഉണ്ടാക്കിയപ്പോൾ 220 ഉറുപ്പ്യാണ് ചെലവ്. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ സോപ്പ് ഉണ്ടാക്കാൻ മാത്രമായി വേണ്ടി വന്ന അധിക ചെലവാണ് മാർജിനൽ കോസ്റ്റ്. ഒരു സോപ്പ് ഉണ്ടാക്കിയപ്പോൾ 150 ഉറുപ്പ്യാണ് ചെലവായത്. എന്നാൽ 2 സോപ്പ് ഉണ്ടാക്കിയപ്പോൾ 220 ഉറുപ്പ്യ ചെലവായി. ആ രണ്ടാമത്തെ സോപ്പിന് വേണ്ടി വന്ന അധിക ചെലവ് എത്രയാ? ഒരു സോപ്പ് ഉണ്ടാക്കിയപ്പോൾ 150, 2 സോപ്പ് ഉണ്ടാക്കിയപ്പോൾ 220. അപ്പൊ രണ്ടാമത്തേതിന് മാത്രമായി വന്ന അധിക ചെലവ് എങ്ങനെയാ കണ്ടുപിടിക്കുക? 220 ഹരിക്കണം 150 എത്രയാ? 40. മാർജിനൽ കോസ്റ്റ് 40 ആണ്. ഇനി അടുത്ത കേസ് ശ്രദ്ധിക്കാം, 2 സോപ്പ് ഉണ്ടാക്കിയപ്പോൾ 220 ഉറുപ്പ്യാണ് ചെലവ്. 3 സോപ്പ് ഉണ്ടാക്കിയപ്പോൾ 255. അങ്ങനെയാണെങ്കിൽ ആ മൂന്നാമത്തെ സോപ്പ് അഡീഷണൽ യൂണിറ്റ് ഉണ്ടാക്കാൻ ആവശ്യമായ ചെലവ് എങ്ങനെ കണ്ടുപിടിക്കുക? 2 സോപ്പ് ഉണ്ടാക്കിയപ്പോൾ 220, 3 സോപ്പ് ഉണ്ടാക്കിയപ്പോൾ 255. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ സോപ്പിന് വേണ്ടി വന്ന അധിക ചെലവ് 255 മൈനസ് 220 എത്രയാ? 35. അടുത്ത കേസ് നോക്കാം, 4 സോപ്പ് ഉണ്ടാക്കിയപ്പോൾ 250 ഉറുപ്പ്യ ചെലവായി. 3 സോപ്പ് ഉണ്ടാക്കിയപ്പോൾ 255. അങ്ങനെയാണെങ്കിൽ നാലാമത്തെ സോപ്പിന് വേണ്ടി വന്ന അധിക ചെലവ് എങ്ങനെ കണ്ടുപിടിക്കുക? 280 മൈനസ് 255 എത്രയാ? 25 അല്ലേ? 280 മൈനസ് 255. നെക്സ്റ്റ് വൺ, 5 സോപ്പ് ഉണ്ടാക്കിയപ്പോൾ വന്ന ആകെ ചെലവ് 330. 4 സോപ്പ് ഉണ്ടാക്കിയപ്പോഴുള്ള ആകെ ചെലവ് 250. അങ്ങനെയാണെങ്കിൽ അഞ്ചാമത്തെ സോപ്പിന് വന്ന അധിക ചെലവ് എങ്ങനെ കണ്ടുപിടിക്കുക? 330 മൈനസ് 280 എത്ര കിട്ടുക? 330 മൈനസ് 280 50 റുപ്യ അല്ലെ? ഇനി അടുത്ത കേസ് നോക്കാം,
6 സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടി വന്ന ചെലവ് 396. 5 സോപ്പ് ഉണ്ടാക്കാനുള്ള ചെലവ് 330. അങ്ങനെയാണെങ്കിൽ 6ാമത്തെ സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടി വന്ന അധിക ചെലവ് എങ്ങനെ കണ്ടുപിടിക്കുക? 6 സോപ്പ് ഉണ്ടാക്കുമ്പോൾ 396, 5 സോപ്പ് ഉണ്ടാക്കാൻ 330. അങ്ങനെയാണെങ്കിൽ 396 മൈനസ് 330 എത്രയാണ് കിട്ടുക? 66. ഈ 66നെയാണ് നമ്മൾ മാർജിനൽ കോസ്റ്റ് എന്ന് പറയാം. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്ന് പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. എന്താണ് കോസ്റ്റ്? ഒരു ഉൽപ്പന്നം ഉണ്ടാക്കാനുള്ള ചെലവിനെയാണ് കോസ്റ്റ് എന്ന് പറയാ. എത്ര തരത്തിലുള്ള കോസ്റ്റാണ് ഉള്ളത്? 5 തരത്തിലുള്ള കോസ്റ്റാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫിക്സഡ് കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ്, ടോട്ടൽ കോസ്റ്റ്, ആവറേജ് കോസ്റ്റ്, മാർജിനൽ കോസ്റ്റ്. എന്താണ് ഫിക്സഡ് കോസ്റ്റ്? ഉൽപാദനം കൂടിയാലും കുറഞ്ഞാലും മാറ്റം വരാത്ത ചെലവാണ് ഫിക്സഡ് കോസ്റ്റ് അല്ലേ? എന്താണ് വേരിയബിൾ കോസ്റ്റ്? ഉൽപാദനം കൂടുമ്പോൾ കൂടുന്നു, ഉൽപാദനം കുറയുമ്പോൾ കുറയുകയും ചെയ്യുന്ന ചെലവിനെയാണ് വേരിയബിൾ കോസ്റ്റ്. എന്താണ് ടോട്ടൽ കോസ്റ്റ്? ഒരു ഉൽപ്പന്നം ഉണ്ടാക്കാൻ ആവശ്യമായ ആകെ ചെലവാണ് ടോട്ടൽ കോസ്റ്റ്. എന്താ ഫോർമുല? ടോട്ടൽ കോസ്റ്റ് ഈസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് പ്ലസ് വേരിയബിൾ കോസ്റ്റ്. ആവറേജ് കോസ്റ്റ്, ഒരു യൂണിറ്റ് ഉണ്ടാക്കാൻ ആവശ്യമായ ചെലവാണ് ആവറേജ് കോസ്റ്റ്. എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ടോട്ടൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഔട്ട്പുട്ട്. മാർജിനൽ കോസ്റ്റ്, ഒരു അധിക യൂണിറ്റ് ഉണ്ടാക്കാൻ ആവശ്യമായ അധിക ചെലവിനെയാണ് നമ്മൾ മാർജിനൽ കോസ്റ്റ് എന്ന് പറയാം. ഇത്രയാണ് പ്രധാനമായും ഈ ഭാഗത്തുള്ളത്. എല്ലാവരും തന്നെ ആവർത്തിച്ച് വീഡിയോ കണ്ട് നോട്ടുകൾ എഴുതി വിശദമായി തന്നെ പഠിക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ മറ്റു കാര്യങ്ങൾ ചർച്ച ചെയ്യാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.